പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഇന്ന് ദൈവവചനം നമ്മളോട് ഈശോയിലൂടെ സംസാരിക്കുന്നത് തൻ്റെ വേർപാടിനെ കുറിച്ച് വെളിപ്പെടുത്തുന്ന ഈശോയെ കുറിച്ചാണ്. അല്പ സമയം കൂടി ഞാൻ നിങ്ങളോട് കൂടി ഉണ്ട് എന്ന് പറയുന്ന ഈശോ പിന്നീട് നിങ്ങൾ എന്നെ കാണുകയില്ല എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെയുള്ള ഫരിസേയരൊക്കെ സംശയിക്കുകയാണ്, അല്പസമയം കൂടി കഴിഞ്ഞാൽ ഇദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളൊരു ചിന്തയുണ്ട്. പക്ഷെ ഇവിടെ ക്രിസ്തു തൻ്റെ മരണത്തെക്കുറിച്ചുള്ള വ്യക്തമായൊരു ഓർമ്മപ്പെടുത്തൽ നൽകുകയാണ്. അല്പസമയം കൂടി നിങ്ങൾ എന്നെ കാണും, പിന്നീട് ഒരു നാൾ നിങ്ങൾ എന്നെ കാണുകയില്ല എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. തൻ്റെ മരണത്തെക്കുറിച്ചുള്ള വ്യക്തതയുള്ള കർത്താവ് ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ക്രിസ്തുവിനല്ലാതെ മറ്റാർക്കാണ് ഇത്ര കണ്ട് വ്യക്തത ഉള്ളത്? അതുകൊണ്ട് നമുക്ക് ഈ ഈശോയുടെ ഈ ജീവിതത്തിൻ്റെ അനുകരണീയ മാതൃക, ജീവിതത്തെക്കുറിച്ചുള്ളൊരു വ്യക്തത, മരണത്തെക്കുറിച്ചുള്ളൊരു വ്യക്തത, അത് ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ക്രിസ്തുവിന് ലഭിച്ച ആഴമേറിയ അറിവ്, ജ്ഞാനം നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും കർത്താവ് അതിൻ്റെ നിഴലെങ്കിലും ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള തികഞ്ഞ ബോധ്യം നൽകിക്കൊണ്ട് മരണത്തിന് വേണ്ടി ഒരുങ്ങുന്നവരാകാൻ, എന്നാൽ മരണത്തെ ഭയന്നുകൊണ്ട് ജീവിക്കാനല്ല, മരണത്തെ ഒരുങ്ങുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധമായി ക്രമീകരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതിന് ജീവന്റെയും മരണത്തിന്റെയും നാഥനായ ഈശോ നമ്മെ സഹായിക്കട്ടെ. ആമേൻ. നിൻ വഴിയേ നടക്ക